ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. എന്ത് പറയാനാ വിൻസെന്റ് ഏട്ടാ, എൻ്റെ വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ മാർട്ടിൻ ഇങ്ങനൊരു ആക്സിഡന്റ് പറ്റുമോ? ചുരുങ്ങിയത് 8 മാസം വേണമെന്നാ പറഞ്ഞിരിക്കുന്നത് കാല് ശരിയാവാൻ. ഇതിനിടയിൽ മരുന്ന് വീട്ടുവാടകയും മറ്റും. ശരിക്കും ഒരു വഴിയും എൻ്റെ മുന്നിലില്ല. അല്ല എൽസേ, ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കരുത്. നിന്നെ എനിക്ക് പരിചയം നീ നമ്മുടെ നാടകത്തിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ്. മാർട്ടിൻ എനിക്ക് നേരത്തെ അറിയാം. നല്ല പാട്ടുകാരനല്ലേ അവൻ. നിങ്ങളുടെ ബന്ധുക്കള്? മാർട്ടിൻ്റെ അപ്പനും അമ്മയും പ്രായമായവരാണല്ലോ. പിന്നെ ഒരു പെങ്ങളാ. അവരും സാമ്പത്തികത്തിന്റെ പേരിലാണേ ബിലോ ആവറേജിലും താഴെയാ. ഞങ്ങള് സ്നേഹിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കൊണ്ട് എൻ്റെ വീട്ടുകാർ എന്നെ തിരിഞ്ഞു പോലും നോക്കൂല. എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നാടകമാണെങ്കിൽ വിരലിലെണ്ണാവുന്നല്ലേ ഉള്ളൂ. ഞാൻ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാ. ഞാൻ പോട്ടെ ഏട്ടാ. ആ ശരി. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 18 വാക്യം. നാടകമൊക്കെ ഉണ്ടല്ലോ നിനക്ക്? ആ ഉണ്ടായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് പള്ളിക്കാരിലായിരുന്നു. മറ്റന്നാ പെരുമ്പാവൂരുണ്ട്. ജനസമിതി തിയേറ്റേഴ്സ്. നാടകത്തിന്റെ പേര് മാതാപിതാ. അടിപൊളി നാടകമാണ്. ഓക്കെ. ഫിലിപ്പ് സാറേ, സാർ എവിടെ പോയിട്ട് വരിക? അല്ല, വണ്ടി എടുത്തില്ലേ? ഓ വയ്യടാ, വല്ലാത്ത നടുവേദന. അങ്ങോട്ട് പോയപ്പോൾ മോൻ്റെ കാറിൽ പോയി, ഇങ്ങോട്ട് പോന്നപ്പോൾ ബസ്സിൽ പോന്നു. അല്ലടാ, നിനക്കിപ്പോൾ പ്രോഗ്രാം ഒന്നുമില്ലേ? എപ്പോൾ നോക്കിയാലും ഇവിടെയൊക്കെ തന്നെ കാണാലോ. സാറ് പറയുന്നത് ഒരു കണക്കിന് എന്നെ സംബന്ധിച്ച് ശരിയാ. ഈ പ്രാവശ്യം സമിതി അത്ര കണ്ട് പോരാ. നാടകം അടിപൊളിയാണ്. ഓ, പക്ഷെ മാർക്കറ്റിംഗ് പോരാ. പിന്നെ എവിടെ നിന്ന് കളി വരാനാണ്? ഇങ്ങനൊരു സമിതിയും നാടകം ഉണ്ടെന്ന് സംഘാടകരെ അറിയണ്ടേ? ഏതാ സമിതി? ജനസമിതി തിയേറ്റേഴ്സ്. നാടകത്തിന്റെ പേര് മാതാപിതാക്കൾ. ശരിക്കും വൃദ്ധസദനം എന്നിട്ട് വെച്ചേക്കണല്ല. കുറച്ചും കൂടി ആൾക്കാരെ ശ്രദ്ധിച്ചേനെ. സാറേ, ഇതൊരു വൃദ്ധസദനം നടക്കുന്ന കഥയാണ്. അതാ ഞാൻ വൃദ്ധസദനം എന്ന് പറഞ്ഞത്. ആ ടൈറ്റിൽ ഇതിന് കുറച്ചും കൂടി ശോഭിച്ചാനെ. എന്റെ കഥാപാത്രം എന്ന് പറയുന്നതേ അവിടുത്തെ ഒരു സെക്യൂരിറ്റിയാ. ഓരോ മക്കളും മരുമക്കളും എല്ലാം അച്ഛനമ്മമാരെ കാണാൻ വരുന്നത് ഗേറ്റിൽ നിൽക്കുന്ന എന്റെ മുന്നിലൂടെയാണ്. ഇടയ്ക്ക് ഞാനും അകത്ത് ചെല്ലുന്നുണ്ട്. നാടകം തുടങ്ങുന്നത് തന്നെ വൃദ്ധസദനത്തിന്റെ ഗേറ്റ് ഞാൻ തുറക്കുന്നിടത്ത് നിന്നാണ്. ആ ഗേറ്റിന് മുമ്പിലാ ആദ്യത്തെ 15 മിനിറ്റ് നാടകം പോണത്. ആ ഗേറ്റ് നമ്മൾ സ്റ്റേജിൽ കാണിക്കുന്നുണ്ട്. ഒരു 3 ഫാമിലി ആയിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ? ആ ഗേറ്റിന് മുമ്പിൽ. അവരെല്ലാവരും ഞാൻ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഏത്? ഒരു സെക്യൂരിറ്റിയുടെ ലിമിറ്റേഷൻ നിന്നുകൊണ്ട്. ഓ, ആ ഡയറക്ടറുടെ ബ്രില്യൻസ് പറയാതെ പറ്റില്ല. എഴുത്തുകാരനോ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ ഇത്തരം പറഞ്ഞത് നിങ്ങളൊരു കലാകാരനും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായതുകൊണ്ടാ. എനിക്കും മനസ്സിലായിടാ.
ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നാടകം ഉണ്ടെങ്കിൽ നീ പറയണം, എനിക്ക് കാണാലോ. ഞാൻ പറയാം സാറേ. ആ ആ, ദേ ഒരു മിനിറ്റ്. ആ, ആ. ഹലോ, ആ ഫിലിപ്പാണ്. ആ പറയ് രാമകൃഷ്ണ, എന്തേ, ആരെങ്കിലും അന്വേഷിച്ചു വന്നോ? ഓഹോ, എങ്കിൽ ശരി. ആരെങ്കിലും അന്വേഷിച്ചു വന്നാ ഈ നമ്പർ കൊടുത്താൽ മതി. 2 ദിവസം നോക്കാം, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. ആ ശരി. ഹേയ്, ഇതാ വിരലിട്ടിരുന്നെങ്കിലേ ഈ കണ്ട പാട് വല്ലതും ഉണ്ടാകുമായിരുന്നോ? എന്തു പറ്റി സാറേ? ആ, അതെ, ആ. എനിക്ക് വഴി കടന്നൊരു മോതിരം കളഞ്ഞു കിട്ടി. എന്നിട്ട് സ്വർണ്ണമായിരുന്നാ? പിന്നല്ലാതെ മുക്കുവണ്ട, നല്ല ഒന്നാന്തരം സ്വർണം. ഞാൻ എൻ്റെ പരിചയക്കാരൻ്റെ ജ്വല്ലറിയിൽ കാണിച്ചു. ആ. 5 ഗ്രാമോളം ഉണ്ട്. അതാ കണ്ടോ? 5 ഗ്രാമാ? അപ്പൊ 1 ഗ്രാമിന് 6,000 ചില്ലാൻ രൂപയില്ലേ? പിന്നെ 6500 ഇൻറ്റു 5. ഇത് 10-35,000 രൂപ കിട്ടല്ല സാറേ? ആ, മോതിരം കിട്ടിയതിനടുത്തുള്ള ഒരു പെട്ടിക്കടക്കാരനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. ഷേ, എന്തിന്? ആ, മോതിരം പോയ ആള് ആ വഴിയും അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ വന്ന എന്നെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്തിരുന്നു. അയാളെപ്പോൾ വിളിച്ചത് നമ്പർ കറക്റ്റാണെന്ന് അറിയാനേ. ആ, സാറിനെ പോലുള്ളവരെ ഇങ്ങനെ നഷ്ടപ്പെട്ട ആൾക്കാരുടെ എത്തിക്കാൻ ശ്രമിക്കും. വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിൻ്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യൻ്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 21-ാം വാക്യം. വേറെ വലിയൊരു അറിഞ്ഞെങ്കിൽ അത് കയ്യോടെ അത് വിറ്റ് കാശ് കയ്യിലാക്കിയേനെ. അതെന്താ, വിൻസെന്റ് ആണെങ്കിൽ ഉടനെ കൊണ്ടുപോയി വിൽക്കുവോ? ഏയ്, ഇല്ലില്ലില്ല. അത് ഞാനിപ്പോ സാറ് ചെയ്ത പോലെ അങ്ങനെ ചെയ്യും. ആ അതെ, ആ, അതാ വേണ്ടത്. അല്ലാതെ അത് ഉടനെ കൊണ്ടുപോയി വിറ്റ് കാശ് കൈക്കലാക്കാന്ന് പറഞ്ഞാലേ അത് ദൈവത്തിന് എടുക്കാത്ത പ്രവൃത്തിയാ. അതെ 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 അതെ. അല്ല, അങ്ങനെയുള്ള ആളുകളും ഉണ്ടെന്ന് പറയായിരുന്നു. ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്കിങ്ങനെ കഴിയും. അത് പിന്നെ എനിക്കും. എങ്കിൽ പിന്നെ ഞാൻ ചെല്ലട്ടെ വിൻസെന്റ്, ഞാൻ കണ്ടോളാം. എന്ത്? ആ, നിന്റെ നാടകേ വൃദ്ധസദനം അല്ല, മാതാപിതാക്കള്. ആ, നീ പറഞ്ഞാ മതി ആ. എവിടെയാണെന്ന്. ഓ ശരി സാറേ. ശേ, അല്ല ഏട്ടാ, ഈ പറയുന്ന പാട്രിക് സാറ്? പാട്രിക് അല്ല, ഫിലിപ്പ് സാറ്. ആ, ഈ സാറ് ഞാൻ പറയണത് വിശ്വസിക്കോ? അങ്ങനെയുള്ള ആശങ്കയൊന്നും വേണ്ട. പുള്ളി ഒരു പഞ്ചപാവ മനുഷ്യനാണ്. എത്രയാണെന്ന് ചോദിച്ചാ ഒരു 5 ഗ്രാമിടെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഉടനെ ഫിലിപ്പ് സാറ് മോതിരം തരും. അതുമായിട്ട് ഇങ്ങോട്ട് പോരുക. അത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ നടക്കില്ലേ? പിന്നെ എനിക്കും കുറച്ച് അത്യാവശ്യങ്ങളുണ്ടേ. വേറൊരു വഴിയിലഞ്ഞിട്ടാണ്. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 6-ാം വാക്യം. അപ്പോ ഈ സാറിനാണ് മോതിരം കിട്ടിയിരിക്കുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാന്ന് ചോദിച്ചാ? ഹോ, അത് വഴിയിന്ന് മോതിരം കിട്ടിനടുത്തുള്ള പെട്ടിക്കടക്കാരൻ രാമകൃഷ്ണന്റെ കയ്യിൽ നിന്നേ ഫിലിപ്പ് സാറിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും സാറ് കൊടുത്തിട്ടുണ്ടല്ലോ. ഓ, പെട്ടിക്കടക്കാരൻ രാമകൃഷ്ണൻ തന്നു പറയണോ അല്ലേ? അതെ, കറക്റ്റ്. ഇത്രേ ഉള്ളൂ. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. എന്നാ ഫിലിപ്പ് സാറിന്റെ നമ്പർ ഇതാ. ഇതെന്തിനാ? അല്ല, ബൈ ചാൻസിന് എന്റെ നമ്പർ പറയൂന്ന് പറഞ്ഞാ ഇതങ്ങോട്ട് കാണിച്ചു കൊടുക്കാമല്ലോ. വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം?
ഇതൊന്നും ആരും അന്വേഷിച്ചു വരില്ലെന്നേ. അല്ല, ഈ വിവരം ആ കടക്കാരനോട് ഈ ഫിലിപ്പ് സാർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട്. ആരെങ്കിലും നേരത്തെ ചെല്ലുമെന്ന് അല്ലേ? അതെ. ഇല്ലെന്നേ, ഇത് ഫിലിപ്പ് സാറിന് കിട്ടിയിട്ടുണ്ടെന്നും ആ കടക്കാരനോട് ഈ ഫിലിപ്പ് സാറ് തൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്തിട്ടുണ്ടെന്നും മോതിരം പോയ ആൾക്കറിയില്ലല്ലോ. എന്തായാലും ശരി, ഞാൻ ഇതൊന്ന് ചോദിക്കാം. ചേട്ടാ, കാശിന് എനിക്ക് അത്രക്ക് അത്യാവശ്യമുണ്ട്. ആ, അങ്ങനെ ചിന്തിക്ക്. വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല. സങ്കീർത്തനങ്ങൾ 101 അധ്യായം 7 വാക്യം. ശരി ഏട്ടാ, ഞാൻ പോയിട്ട് വരാട്ടോ. ആ കൊട എടുത്തേക്കണ കേട്ടാ. ആ ശരി. ആ, പോവാം. ഉം. ബാ. ഇവിടത്തോളം ഞാനുള്ളൂ, ബാക്കി തകർത്തോളണം. പള്ളി പുള്ളി തെറ്റാതെ അടിപൊളിയായിട്ട് അഭിനയിച്ചോളണം. മനസ്സിലായ? ഇതേ നേരെ അപ്പുറത്താണ് വീട്. ഗ്രില്ലൊക്കെ വെച്ച് മതില കെട്ടിയൊരു ഗേറ്റുള്ളൊരു വീടുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ചെന്നോ. ഇതേ വെള്ളയും കറുപ്പും കയറ്റിട്ടാ, മനസ്സിലായിക്കൊള്ളണം. ഓക്കെ, പോയിക്കോ അങ്ങോട്ട്. ഈശ്വരാ, ഇത് നല്ല രീതിയിൽ തീർന്നാൽ മതിയായിരുന്നു. ആരാ? ആരാ? ഞാൻ മേഴ്സി. ഫിലിപ്പ് സാറ്. അതെ, ഞാൻ തന്നെ. എന്താ? എനിക്കങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. സാറിന് കിട്ടിയിരിക്കുന്ന മോതിരം ഇല്ലേ, ആ, അത് എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയതാ. അത് കണ്ടിട്ട് ഒരു ഫീമെയിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് അല്ലല്ലോ. അത് എന്റെ ചേട്ടന്റെയാ. ഞാനത് പണയം വെക്കാൻ കൊണ്ടുവന്ന വഴിക്കാ പോയത്. ഒരു മിനിറ്റ്. അല്ല, വേറൊന്നും ഉണ്ടായിട്ടല്ല ഞാനങ്ങനെ ചോദിച്ചത്. ഇത്രയും രൂപയുടെ മുതലാവുമ്പോൾ പിന്നെ
ഇത് എൻ്റെ കയ്യിൽ ഈ മോതിരം കിട്ടിയിട്ടുണ്ടെന്ന് മോളുടെ പേരെന്താ പറഞ്ഞത്? മേഴ്സി. ആ, മേഴ്സി. മേഴ്സി എങ്ങനെ അറിഞ്ഞു? അത് ആ പെട്ടിക്കടക്കാരൻ രാമകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു. ഓ, പക്ഷേ മോള് പറയുന്നതും രാമകൃഷ്ണൻ പറയുന്നതെല്ലാം കൂടി അങ്ങോട്ട് ലിങ്ക് ആകുന്നില്ലല്ലോ. അതെന്താ? അതായത് മോതിരം പോയ ഒരാള് മോള് വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അതും മോളീ പറയുന്ന പെട്ടിക്കടക്കാരൻ രാമകൃഷ്ണന്റെ അടുത്തുനിന്ന്. ആ ആളിപ്പോൾ വരും. ഇപ്പോൾ മോളിത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും രാമകൃഷ്ണനെ വിളിച്ചിരുന്നു. മോൾക്ക് എൻ്റെ അഡ്രസ്സോ ഫോൺ നമ്പറോ കൊടുത്തിട്ടില്ല എന്നാണ് രാമകൃഷ്ണൻ പറയുന്നത്. അല്ല, അപ്പൊ പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? അതാ ഞാനും ആലോചിക്കുന്നത്. പോലീസിനെ വിളിക്കണോ അതോ? അയ്യോ വേണ്ട സാറേ, എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. എന്നെ ദേഷ്യം പഠിപ്പിക്കരുത്. മര്യാദയ്ക്ക് എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നതെന്നുള്ള സത്യം തുറന്നു പറഞ്ഞോ. കരയാതെ സത്യം പറ. കരയാതെ കാര്യം പറഞ്ഞോ. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. തോബിത്ത് 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ആ എടാ, ഞാൻ നാളെ വിളിച്ചോടാ. ചെറിയൊരു കോളം തൊട്ടുണ്ട്. ആ അതെ. ആ ഓ, ഫോൺ ചെയ്യാണല്ലേ? ആ സോറി പറഞ്ഞു കേട്ടോ. പറഞ്ഞു. എടാ ഒരു മിനിറ്റാ. എന്താ? അതെ, ഇവിടെ ആ ഫിലിപ്പ് സാറിന്റെ വീട് എവിടെയാ? ആ, അത് ഇതിൽ അങ്ങോട്ട് പോയാൽ മതി. ആ ശരി. അതെ അതെ, അവിടെ നിന്നേ. അത് എന്തിനാണ് ഫിലിപ്സാറിനെ കാണുന്നത്? എനിക്ക് ആ സാറിനെ കണ്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അല്ല അത് ഇതെന്ത് കുരിശാണാവോ? ഇനി വല്ല വെള്ളം എന്തോരം വേണേലും കുടിച്ചോ. പക്ഷേ ഈ വക ഫ്രോഡ് പരിപാടി അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി, ഞാൻ ക്ഷമിക്കില്ല, പൊറുക്കില്ല. എന്റെ പൊന്ന് സാറേ, എന്റെ ഗതികേട് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു പോയതാ. എന്താണെങ്കിൽ എന്താ, നിങ്ങൾ ഭിക്ഷ എടുക്കൂ, അതിന് അന്തസ്സുണ്ട്. പക്ഷേ അന്യന്റെ മുതൽ ആഗ്രഹിച്ച് തട്ടിപ്പിനിറങ്ങരുത്. അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. ആ വിൻസെന്റിനെ അവന്റെ നാടകങ്ങൾ സ്റ്റേജിൽ മതി, അല്ലാതെ എൻ്റെ മുറ്റത്ത് വേണ്ട. ആരാ? ഞാൻ ജോർജ്. ഫിലിപ്പ്? അതെ, അത് ഞാനാ. ഞാൻ രാമകൃഷ്ണൻ പറഞ്ഞിരുന്നില്ലേ, മോതിരം അതെൻ്റേതാണ്. ഇതാ ഗോൾഡ് പർച്ചേസ് ചെയ്ത ബില്ല്. ദാ കണ്ടോ, ഇതാണ് നേരായ വഴിക്ക് നേരായ രീതിയിൽ തൻ്റെ മുതലാണെന്ന് തെളിയിക്കുന്ന രീതി. മനസ്സിലായോ? കേട്ടോ ജോർജ്, ആ ഈ മോതിരം കിട്ടിയ കാര്യം പരിചയക്കാരനായ ഒരു നാടകക്കാരനോട് ഞാൻ പറഞ്ഞിരുന്നു. ആ ഫ്രോഡ് ഈ ഫ്രോഡിനെയും കൂട്ടി ഇവിടെ വന്ന് തട്ടിപ്പ് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുന്നു. ദൈവം സഹായിച്ച് ഈ കള്ളി വരുന്നതിന് മുമ്പാ നിങ്ങൾ രാമകൃഷ്ണന്റെ അടുത്ത് നിന്ന് എന്നെ ഫോൺ ചെയ്തത്. അല്ലെങ്കിൽ ഈ മോതിരം ഞാൻ കൊടുത്തുവിടില്ലേ? നിങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ ഇവര് വന്ന് വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇതാ ജോർജിന്റെ മോതിരം. ഇത് പോലീസിൽ പറയണം. ആദ്യം അവനെ വിളിക്കട്ടെ, ആ നാടകക്കാരനെ.
മര്യാദയ്ക്ക് ഇവിടെ വന്നോളണം, അല്ലെങ്കിൽ പോലീസ് നിന്റെ വീട്ടിലെത്തും. ഹ, എന്റെ അടുത്ത അവന്റെ കളി. ഇനി പോലീസിന് വേണ്ട സാറേ, ഇതെന്റെ പെങ്ങളാണ്. ഞങ്ങൾ വീട്ടുകാരെയെല്ലാം ധിക്കരിച്ച് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാ. ഇവളിപ്പോ ഈ അവസ്ഥയിലായ കാര്യം അറിഞ്ഞപ്പോ എന്നോട് ക്ഷമിക്കുക കേട്ടാ. മാട്ടുചേട്ടന് ഒരു ആക്സിഡന്റ് പറ്റി. ഞങ്ങളുടെ കാര്യം വലിയ കഷ്ടത്തില. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ. അല്ല, നിങ്ങൾക്ക് പരാതി ഒന്നുമില്ലെങ്കിൽ പിന്നെ ഞാൻ പോലീസിനെ വിളിക്കുന്നില്ല. എൽസ, പോട്ടെ സാറേ. താങ്ക്സ്. ഞാനും വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക്. ഏട്ടാ, നീ വാ. എടാ എന്റെ പൊന്നു സാറേ, അവരുടെ കഷ്ടപ്പാട് കണ്ട് ചെയ്തു പോയതാണ്. എടാ, കഷ്ടപ്പാടിന് സഹായിക്കാനുള്ള ഉദ്ദേശം നല്ലതാണ്, പക്ഷെ അതിനുള്ള മാർഗം ഇതല്ല. ഓ, എന്നെ വെള്ളം കുടിപ്പിക്കുമല്ല. മാപ്പാക്കണം സാറേ. ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും, ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴും. സുഭാഷിതങ്ങൾ 28-ാം അധ്യായം 18-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.